മലയാളീസ് ആണോ? വിദേശികളില്ല, തമിഴന്മാര്, മലയാളീസ് എല്ലാം. സൂപ്പർ പൊളിയായിരുന്നു. കിടിലൻ വൈബ്. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പോകുന്നത് വർക്കല ബീച്ചിലേക്കാണ്. ഇത് തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 43 കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വർക്കല ബീച്ചിലാണ്. എന്നോടൊപ്പം അഖിൽ ബ്രോ ഉണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഇവിടത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലെ വിശേഷങ്ങളൊക്കെ കാണാം. ഇവിടെ നല്ല തിരക്കാണ്. ഇന്ന് ശിവഗിരിയിൽ ഉത്സവം കൂടെ നടക്കുന്നതിനാൽ ഇവിടെ ഇന്ന് നല്ല തിരക്കുണ്ട്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാനായി ആൾക്കാർ ഒരുപാട് ക്യൂ നിൽപ്പുണ്ട്. ടിക്കറ്റ് എടുത്തേണോ? ടിക്കറ്റ് അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ നിൽക്കണം. ടിക്കറ്റ് എടുക്കേണ്ടത് ഇപ്പുറത്തെ ഒരു കൗണ്ടറിൽ നിന്നാണ്. ഈ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലെ ക്യൂവില് നമ്മൾ പോകേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ അറിയാം നല്ല തിരക്കുണ്ട്. ഇത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാനുള്ള തിരക്കാണ്. അപ്പൊ ഇവിടെ വരുന്നവർ രാവിലെ തന്നെ വരാൻ ശ്രമിക്കുക. ഇവിടെ നല്ല തിരക്കുള്ളത് കൊണ്ടാണ്. ഇവിടെ ഇന്ന് നല്ല തിരക്കുള്ളതിനാൽ 4 മണിക്ക് തന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്തു. അതുപോലെ മറ്റ് ധാരാളം ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 120 രൂപയാണ് ടിക്കറ്റിന്റെ റേറ്റ്. അപ്പോൾ നല്ല ക്യൂ ഉണ്ട്. ഈ ക്യൂവിൽ നിന്നാണ് നമുക്കിന്ന് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് പോവേണ്ടത്. അപ്പോൾ നമുക്കിവിടെ കാണാം കുറേ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാനുള്ള കുറച്ച് നിർദ്ദേശങ്ങളൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പാലിച്ചിട്ടാണ് നമ്മൾ ഇതിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറേണ്ടത്. അതുപോലെ തന്നെ 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇതിൽ പ്രവേശനമില്ല. അങ്ങനെ ഞങ്ങൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാൻ പോവുകയാണ്. ലൈഫ് ജാക്കറ്റ് ഒക്കെ ധരിച്ചിട്ടാണ് ഇതിൽ പ്രവേശിക്കേണ്ടത്. കൈ പിടിച്ച ആളെ കൂടെ ഉള്ളത് കൈ പിടിച്ചോണ്ടിരിക്കും.
അല്ലേ ഒരു വലിയ തരട്ടെ, വലിയ തരട്ടെ. ഒരു വലിയ തരാണ്. അതാ പറഞ്ഞ തിര വരുമ്പോ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ഈ ബ്രിഡ്ജിൽ നിൽക്കുമ്പോ. ഈ ബ്രിഡ്ജിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണിത്. അതുപോലെ ഇതിന് 100 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുമാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ ഈ ബ്രിഡ്ജിന്റെ അവസാന ഭാഗത്ത് 11 മീറ്റർ നീളത്തിലും 7 മീറ്റർ വീതിയിലുമാണ് കാഴ്ചകൾ കാണാൻ പ്ലാറ്റ്ഫോം ഒരുക്കിയിരിക്കുന്നത്. തിരക്കായിരുന്നു. ഇപ്പൊ വന്നപ്പോ ഭയങ്കര തിരക്കായിരുന്നു. രാവിലെ വന്നാൽ സുഖമായിട്ട് തിരക്ക് ഒഴിഞ്ഞിരിക്കും. വൈകുന്നേരത്തിൽ ഭയങ്കര തിരക്ക്. എല്ലാ ദിവസവും ഇത്രയും തിരക്കുണ്ടാവോ? എല്ലാ ദിവസവും ഇത്രയും തിരക്കില്ല. കൂടുതൽ പറഞ്ഞവര് രാവിലെ വന്ന ഓക്കെ. എത്ര മണിക്കാണ് ഇവിടെ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്ന 6 മണിക്ക് രാവിലെ 6 മണിക്ക്. തിരക്കുണ്ടെങ്കിൽ നേരത്തെ അത് സ്റ്റോപ്പ് ചെയ്യും. കാര്യം ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തത് ഇനിയിപ്പോ നേരത്തെ കൊടുത്ത ടിക്കറ്റിലാണ് ആളിനെ കയറ്റി. ഇനിയിപ്പോ ടിക്കറ്റ് കൊടുക്കില്ല. ഇനി കഴിഞ്ഞ അവരുടെ പരിപാടി. ബൈക്കെല്ലാം ബോട്ടെല്ലാം മോളിൽ കയറ്റി, ബൈക്കെല്ലാം എല്ലാം മോളിൽ കയറ്റി. എല്ലാ ദിവസവും ഇത്രയും തിരക്കുണ്ടാവോ? ഇതില്ല, അല്ലാതെ എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ നാളെയും മറ്റന്നാളും ഉത്സവം.
അതുകൊണ്ടാണ് ഇത്രയും ന്യൂ ഇയറിൻ്റെത് എല്ലാം കൂടെ ആകുമ്പോ ആൾ തിരക്കുണ്ട് അല്ലെങ്കിൽ പൊതുവെ പിന്നെ ഇതിന്റെ അപ്പുറമാണ് തിരക്ക് ശരിയാ ഇത് നാളെ മറ്റന്നാൾ ഇതും കെട്ടിയാളായി വേറെ പ്രശ്നം വേണ്ട ലൈറ്റിക്കാരാണ് വരുന്നത് രണ്ടുപേരും ഇരിക്കും നമ്മള് ഇവിടെ പ്രശ്നമില്ല ബാക്കി മറ്റേ ഇതിന്റെ റേറ്റ് ഒക്കെ എത്രയാണെന്ന് അറിയാമോ നമ്മുടെ വണ്ടിയുടെ ഒക്കെ വണ്ടിയുടെ ഇത് 250 അത് 250 മറ്റത് ആ ബോട്ടിൽ പോണത് 400 കൊണ്ട് 500 പിന്നെ അതിനപ്പുറത്ത് ബുള്ളറ്റ് ഇരിപ്പുണ്ട് വെള്ളത്തിൽ ബുള്ളറ്റ് അത് 600 അതും അപ്പുറം അവരെല്ലാം സ്റ്റോപ്പ് ചെയ്ത് കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാറ്റ് വീണാണ്ട് തിരമാല നിങ്ങള് അഥവാ വരണമെങ്കിൽ 6 മണിക്ക് വരാം ഉച്ചക്ക് രാവിലെ വരണാണ് ഏറ്റവും 6 മണി മുതൽ ഇതെല്ലാം ഈ ആൾക്കാരെല്ലാം റൂം എടുക്കാറാണ് റൂം ഫുള്ളായി കിടക്കുകയാണ് കൂടുതൽ പറഞ്ഞ വിദേശികളാണോ മലയാളീസാണോ വിദേശികളില്ല തമിഴന്മാര് മലയാളീസ് എല്ലാമാണ് കൂടുതൽ പല രാജ്യത്തുണ്ട് പല രാജ്യം പക്ഷെ വിദേശികളില്ല വിദേശികൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറിയുള്ള അനുഭവം പറ. സൂപ്പർ പൊളിയായിരുന്നു കിടിലൻ വൈബ്. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഇവിടെ ശിവഗിരിയിലെ ഉത്സവം നടക്കുന്നതിന്റെ ഘോഷയാത്രയാണ് ഇതാ കാണുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.